എന്റെ ഹാർട്ട് മുഴുവൻ ഇങ്ങനെ പൊട്ടി തളർന്നിരിക്കുക. മനസ്സിലുള്ളതെല്ലാം തുറന്ന് പറയുന്നതിന് മുൻപ് വേറൊരു തരം കഷ്ടപ്പാടായിരുന്നു. ദേ ഇപ്പൊ നോക്കി, മനസ്സിലുള്ളതെല്ലാം തുറന്നു പറഞ്ഞപ്പോ വേറൊരു തരത്തിലുള്ള കഷ്ടപ്പാട് തുടങ്ങി. എന്തായാലും എന്നെ ഏതെങ്കിലും ഒരു പൊട്ടക്കണ്ടി കൊണ്ട് തള്ളിയാ മതിയല്ലോ അല്ലേ? എന്നാലും ഈ കഷ്ടപ്പാടിനൊരു പ്രത്യേക സുഖമൊക്കെ ഉണ്ട്. എനിക്കൊരു ഡൗട്ടുണ്ട്, സത്യം അറിയണം. ഞാൻ വരച്ചു വെച്ച പൂക്കളും നീ കണ്ടില്ലായിരുന്നു? ഇല്ല, അതൊക്കെ നീ കണ്ടിട്ടുണ്ടാവും എന്നെ മനസ്സ് പറയുന്നുണ്ട്. അല്ലേ? പറയേ. നീ എങ്ങനെ പറയാനാ? ഞാൻ കൺമുമ്പിൽ വന്ന് നിന്ന് ചോദിച്ചാലും എനിക്ക് മറുപടി തരാറില്ലല്ലോ. ശിവാനി, ഒന്ന് മാത്രം സത്യം, നീ സ്നേഹം മറച്ചു വെക്കുന്നത് പോലെ ഞാൻ ചെയ്യില്ല. നീ വിളിച്ചില്ലെങ്കിൽ എന്താ പ്രശ്നം? ഞാൻ നിന്നെ വിളിച്ചോളാം. ഫോൺ കണക്ട് ആയില്ലെങ്കിൽ എന്താ? എന്റെ സ്നേഹം കണക്ട് ആവുന്നുണ്ടല്ലോ, അത് മതി. ഹേയ് മൈ ഡാർലിംഗ്, ഞാൻ അന്നിട്ട് ആ പൂക്കളും നീ കണ്ടില്ല എന്ന് തന്നെ വെച്ചോ. സാരമില്ല, ഞാൻ ഇപ്പൊ തന്നെ നിന്റെ വീട്ടിലേക്ക് വന്ന് ഒരു സർപ്രൈസ് അങ്ങ് തന്നേക്കാം. അപ്പോഴെങ്കിലും നിനക്ക് എന്റെ ഇഷ്ടം എന്തായാലും മനസ്സിലാവില്ലോ. എനിക്ക് അത് മതി. വീട്ടിൽ ആരെങ്കിലും ഉണ്ടോ എന്ന് ആദ്യം ടെസ്റ്റ് എടുത്ത്. വീട്ടിലാരും ഇല്ലെന്നുള്ള കാര്യം ഉറപ്പാ. ആഹാ, ഞാൻ ആഗ്രഹിച്ചതും ബിരിയാണി, ഇവിടുന്ന് കിട്ടിയതും ബിരിയാണി. ഇപ്പൊ ശരിയാക്കി തരാം. ഈശ്വരാ, ഇടയ്ക്ക് എങ്ങനെ കള്ളനെ പോലെ നുഴഞ്ഞു കയറുന്നതിൽ എനിക്ക് നല്ല സങ്കടമുണ്ട്. ഏയ്, ഞാൻ അന്നേ സോറി പറഞ്ഞതാണല്ലോ. ഒരു തരം അഡിക്ഷൻ പോലെ ഇവിടെ വന്നത് ചെയ്യുമ്പോ. ഓക്കെ, ശിവാന് വരുന്നതിന് മുൻപേ തന്നെ വേഗത പറയുകയും ചെയ്യും. ലവ് യു. ഓ ശിവാനി, നീ എന്നെ എത്രമാത്രം സ്വാധീനിക്കുന്നുണ്ടെന്ന് നിനക്കറിയോ? എന്റെ സ്നേഹം എത്ര തവണ പറഞ്ഞാലുണ്ടല്ലോ മതിയാവുന്നില്ല. ഇനിയും അതങ്ങനെ പറയാൻ തോന്നോ? ഇതാണോ പ്രണയം? അറിയില്ല. ഇതിനുള്ള ഉത്തരം നീയാണ് എനിക്ക് തരേണ്ടത്. ഒരു ഉത്തരം നീ എനിക്ക് തരുമെന്ന് എനിക്ക് ഉറപ്പാണ്. ശിവാനി, ശിവാനി, നിന്നെക്കുറിച്ച് ആലോചിക്കുമ്പോഴേ എന്റെ മനസ്സിന് വല്ലാത്തൊരു സന്തോഷം വന്നുകൊണ്ടിരിക്കുക. ഒറ്റത്തവണ എന്നിലേക്ക് മാത്രം ഒന്ന് നോക്ക്. ഏതോ ഒരു ജന്മത്തിൽ അങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന സ്നേഹം എന്നിലുണ്ട്. ഏയ് സുന്ദരി, എവിടെയായിരുന്നു നീ? ഓ, നീ നിന്റെ മാസ്റ്റർ സുന്ദരിയുടെ അടുത്തായിരുന്നു അല്ലേ? എന്നിട്ട് ആളെവിടെ? എന്റെ മനസ്സിന്റെ ഭാഷ മൊത്തം ഇതിലുണ്ട്. അതിനുള്ള ഉത്തരം നിന്റെ കയ്യിലുണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. എനിക്ക് നിന്നോടുള്ളത് പോലെ തന്നെ നിനക്കും എന്നോടുണ്ടെന്ന് അറിയുമ്പോ ഉണ്ടാവുന്നൊരു സന്തോഷല്ലേ? എന്ന് സ്വന്തം തൃശൂർ. നോ 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 നോ, വേണ്ട. എന്ന് സ്വന്തം 3. ഇത് നന്നായി. അവിടെയും 3, ഇവിടെയും 3. അതാണ് സസ്പെൻസ്. ഇത് ഉത്തരവാദിത്തത്തോടെ നോക്കണം. ഓക്കെ? ഓക്കെ.
ഓക്കേ, അടിപൊളി ഫോട്ടോ. ശിവാനി, കാര്യങ്ങളെല്ലാം ഇത്രയും പെട്ടെന്ന് നടക്കുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചതല്ല. എന്റെ മനസ്സിന്റെ ഭാഷ നിനക്ക് മനസ്സിലാകുമെന്ന് വിചാരിക്കുന്നു. അതിന്റെ ഉത്തരം അതേ എന്നാണെന്ന് എനിക്കറിയാം. എനിക്ക് നിന്നോടുള്ളതുപോലെ നിനക്ക് എന്നോടും ഇഷ്ടമാണെന്നറിഞ്ഞതിൽ സന്തോഷം. എന്താ ഇതൊക്കെ? ആരാ ഇവിടെ ഇങ്ങനെയൊക്കെ ചെയ്തു വെച്ചത്? നമ്മളില്ലാത്ത നേരത്ത് ആരോ ഇവിടെ വന്നിട്ടുണ്ട്. നമ്മുടെ കാര്യങ്ങളൊക്കെ ആരെങ്കിലും മനസ്സിലാക്കി കാണൂ? ഇതിനെക്കുറിച്ച് ചിന്തിച്ച് നീ വെറുതെ തല പൊണ്ണാക്കണ്ട നീലി. ഇതൊക്കെ ചെയ്തത് അവൻ തന്നെയാ. ആര്? ത്രിവിക്രം. അവൻ എന്നെ അത്രയധികം സ്നേഹിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. അവന്റെ ഇഷ്ടം ഇടയ്ക്കിടയ്ക്ക് അവൻ പുതിയ രീതിയിൽ അവതരിപ്പിച്ചുകൊണ്ടേയിരിക്കും. ഇതവന്റെ മനസ്സിന്റെ ഭാഷയാണ്. അയ്യോടാ, ഇവളെന്തെങ്ങനെ വിളിക്കാതിരിക്കുന്നു? വിളിച്ചില്ലെങ്കിൽ എന്താ, ഞാൻ അങ്ങോട്ട് നേരിട്ട് ചെന്നോളാം. സർപ്രൈസ് കൊടുത്ത ആള് സർപ്രൈസ് ആയിട്ട് ചെന്ന അതല്ല സർപ്രൈസ്. അതുകൊണ്ടാ നീലി എന്റെ അവന്റെയും പ്രണയം അത്രയധികം ശ്രേഷ്ഠമാണെന്ന് പറയുന്നത്. ഈ ലോകത്തില് അവനല്ലാതെ മറ്റൊരാൾക്കും എന്നെ ഇത്രയധികം സ്നേഹിക്കാനേ കഴിയില്ല നീലി. അതിനുള്ള തെളിവാ ഇതൊക്കെ. അവന്റെ മനസ്സിലുള്ളതെല്ലാം ഇവിടെ എഴുതി വെച്ചിട്ട് അവസാനം എന്ന് നിന്റെ സ്വന്തം ത്രീ എന്ന് എഴുതി വെച്ചിരിക്കുന്ന കണ്ടില്ലേ? അങ്ങനെ എഴുതിയ അവൻ ആരാണെന്ന് നമുക്ക് മനസ്സിലാവില്ലെന്ന് കരുതിയിട്ടുണ്ടാവുക. പക്ഷേ എനിക്കെല്ലാം മനസ്സിലായി. അത് ശരി, അവൻ ത്രീ എന്ന് മാത്രം എന്തിനാ എഴുതിയേ? അവന്റെ ഫുൾ നെയിം തന്നെ എഴുതാമായിരുന്നില്ലേ? ത്രീ എന്നാൽ ഒരുപാട് കാര്യങ്ങൾ അതിലുണ്ട് നീലി. ത്രീ എന്ന് പറഞ്ഞ എത്രയാ? 3. എന്റെ പേരിന് 3 അക്ഷരം, അവന്റെ പേരിന് 3 അക്ഷരം. വിവാഹം എന്ന് പറയുന്നത് 3 അക്ഷരം. ആ ത്രീയില് എന്റെ എല്ലാ സന്തോഷങ്ങളും ഉണ്ട് നീലി. ഞാൻ അതിൽ പ്രിയെന്ന് എഴുതി വെച്ചത് എന്തായാലും നന്നായി. ഞാൻ ചിന്തിക്കുക പോലും ചെയ്യാത്തതല്ലേ ശിവാനി ഇപ്പൊ പറയുന്നത്. ഇടി തന്നെ മനസ്സിലാക്കാലോ എന്നോട് അവൾക്ക് എത്ര പ്രണയമുണ്ടെന്ന്. അവനാണ് എന്റെ ലോകം നീലി. ഞാൻ ഇത്രയും നാളും കാത്തിരുന്ന സ്നേഹം എന്റെ മുന്നിലെത്തി തിരമാലകൾ പോലെ അടുക്കുകയാണ് നീലി. ഈ 3 അക്ഷരം എത്രയും പെട്ടെന്ന് 3 ഇരട്ടിയായി ആ സ്നേഹം അറിയണമെന്നുള്ളതാണ് എന്റെ മോഹം നീലി. എല്ലാം വിചാരിച്ച പോലെ തന്നെ നടക്കുന്നത്. ഇപ്പൊ നീ മുന്നിൽ ചെന്നാൽ വേറെ പലതും വിചാരിക്കും. തൽക്കാൻ കാത്തിരിക്കും. കുറച്ചും കൂടി സർപ്രൈസ് കൊടുത്ത് പിന്നീട് കാര്യം പറയാം. ഒടുവിൽ ആ ഈശ്വരൻ എന്റെ പ്രാർത്ഥന കേട്ടു വീടി. സാമ്പ, നീ റിക്കവർ ആവുമോ ഇല്ലയോന്ന് എല്ലാരും വല്ലാതെ ടെൻഷനായി പോയടാ. എന്തായാലും നീ കുഴപ്പമൊന്നുമില്ലാതെ തിരിച്ചു വന്നില്ലേ, ഒരുപാട് സന്തോഷമായിട്ടാ. നീ ഇനി അന്നെന്താ സംഭവിച്ചെന്ന് പറ. അത് അവള്
അന്നെന്നെ നമ്മുടെ ഗുരുക്കളെ ത്രയംബകന്റെ വേഷത്തില് കാട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ആ മലമുകളിൽ ഞങ്ങൾ എത്തിയതും അവിടെ വെച്ച് ഞാനാകെ വല്ലാതെ പേടിച്ചു. എന്താ ചെയ്യേണ്ടെന്ന് എനിക്ക് ഐഡിയ ഇല്ലായിരുന്നു. ഞാൻ എന്നെ കൊന്നു കളയുമെന്നുള്ള പേടിയായിരുന്നു എനിക്ക്. പക്ഷേ എന്തോ ഭാഗ്യത്തിന് ഞാൻ പേരുകളൊന്നും പറഞ്ഞില്ല. ആരുടെയും പേര് ഞാൻ പറഞ്ഞില്ല. പറയാനായിട്ട് എന്നെ ഒരുപാട് നിർബന്ധിച്ചിരുന്നു. നിങ്ങളെ ഒന്നും പറ്റിക്കരുത്, വഞ്ചിക്കരുതെന്ന് കരുതിയിട്ടാ ഞാനൊന്നും തന്നെ തുറന്നു പറഞ്ഞില്ല. ഡോക്ടറെ, തന്റെ സ്ഥാനത്ത് വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ പേടിച്ചെല്ലാം പറഞ്ഞു പോയനെ. അതെന്തായാലും നന്നായി സംഭ. നീ അപ്പോഴത്തെ അവസ്ഥയില് ഞങ്ങളുടെ ആരുടെയെങ്കിലും പേര് പറഞ്ഞിരുന്നെങ്കിൽ ഓരോരുത്തരെയും നമുക്ക് നഷ്ടപ്പെടുമായിരുന്നു. ആ നാഗറാണി പല പ്രയോഗങ്ങളും അറിയുന്നവളാ. അതല്ലടാ, നീ പേരുകളൊന്നും പറയാഞ്ഞിട്ടും അവള് നിന്നെ വെറുതെ വിട്ടോ? ഇല്ല, എന്നെ കൊണ്ട് പറയിപ്പിക്കാൻ ഒരുപാട് ശ്രമിച്ചു. നിന്റെ കൂട്ടുകാരുടെ പേര് പറയൂ, നിന്നെ ഞാൻ വെറുതെ വിടാമെന്ന് പറഞ്ഞു. എന്നിട്ടും ഞാൻ ആരുടെയും പേര് പറഞ്ഞില്ല. സാമ്പ, അവള് എന്തെങ്കിലും സൂചന നൽകിയോ? അവളുടെ മുന്നോട്ടുള്ള തീരുമാനങ്ങളെ പറ്റി എന്തെങ്കിലും? അവളുടെ ആദ്യത്തെ ലക്ഷ്മി നമ്മൾ തന്നെയാണ്. അവളത് ആവർത്തിച്ച് പറയുന്നുണ്ടായിരുന്നു. നാഗമാണിക്യം തിരിച്ചെടുക്കണമെന്ന് പറഞ്ഞുകൊണ്ടേയിരുന്നു. അവളുടെ കണ്ണിൽ കോപത്തിന്റെ അഗ്നികളുണ്ടായിരുന്നു. നമ്മൾ ഓരോരുത്തരും തെരഞ്ഞു പിടിച്ച് കൊല്ലുമെന്ന് പറഞ്ഞത് എന്റെ കാതുകളിൽ ഇപ്പോഴും മുഴങ്ങി കേൾക്കുന്നുണ്ട്. അതാലോചിക്കുമ്പോഴെനിക്ക് പേടിയാണ്. നീ ഒന്ന് സമാധാനിക്ക് സാമ്പ. ഇത് കുടിക്കാൻ. കൊച്ചുമുതലാളി, കൊച്ചുമുതലാളി ഇവിടെ ഉണ്ടായിരുന്നു. നീ പതിവില്ലാത്തൊരു സമയത്ത് ഇങ്ങോട്ട് എന്താ കാര്യം? കൊച്ചു മുതലാളി, ബോസിനൊരു സർപ്രൈസ് ഉണ്ട്. എന്ത്? എപ്പോഴും നിങ്ങളല്ലേ എനിക്ക് സർപ്രൈസ് തരാറ്. ഇത്തവണ ഞാൻ നിങ്ങൾക്കൊരു സർപ്രൈസ് തന്നേക്കാം. ഓഹോ, എന്താണാവോ അത്ര വലിയൊരു സർപ്രൈസ്? നോക്ക് ബോസ്, സർപ്രൈസ് ഈസ് എ സർപ്രൈസ്. അങ്ങനെയല്ലേ? സർപ്രൈസ് ഈസ് എ സർപ്രൈസ്. തമാശ കളഞ്ഞിട്ട് നീ കാര്യം എന്താ വെച്ചാ പറ. കൊച്ചുമുതലാളി, ഞാൻ ബോസിന്റെ കൊച്ചിനെ കുറിച്ച് ചോദിച്ചപ്പോ പറഞ്ഞില്ലേ, അതുപോലെ തന്നെ ഞാനും നിങ്ങൾക്ക് ചെക്ക് മേറ്റ്. നീ ചുമ്മാ ഓരോന്ന് പറയണല്ലേ? നോ 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 നോ. നോക്കിക്കോ ബോസ്, ഞാൻ എന്റെ സർപ്രൈസ് പറഞ്ഞതിന് ശേഷം ബോസ് വല്ലാതെ ഞെട്ടിത്തിരിക്കും. പിന്നെ കുറെ നേരം സംസാരിക്കാൻ പോലും കഴിയില്ല. പിന്നെ ബോസ് ഉണ്ടല്ലോ എക്സൈറ്റഡ് ആയി പോകുന്നേ. ഓഹോ, അത്ര വലിയ സർപ്രൈസ് ആണ്? അതേന്നേ, സ്പെഷ്യൽ. എന്നാ പിന്നെ ബോസ് ബൈ. ഏടാ തൃശൂൽ, സർപ്രൈസ് എന്താ നീ ഒന്നും പറഞ്ഞിട്ട് പോടാ. സർപ്രൈസ് ഈസ് എ സർപ്രൈസ്. സോ ബൈ ബൈ. തൃശൂൽ, എടാ ഒന്ന് പറയണം. വേൽമുരുക ഹരോഹര. ഏയ് സാമ്പ, ഇതെന്തിനുള്ള ഗുളികയാടാ? നിന്റെ അസുഖം ഇനി മാറിയില്ലേ? ഇല്ല, അതൊക്കെ ആലോചിക്കുമ്പോഴേ എന്റെ ഹാർട്ട് ബീറ്റ് കൂടിക്കൊണ്ടേയിരിക്കും. അപ്പോ എന്തൊക്കെ സംഭവിക്കുന്ന എനിക്ക് തന്നെ അറിയില്ല. മെഡിസിൻ ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റൂ. എനിക്ക് എന്താ സംഭവിക്കുന്നറിയില്ല. ഏയ്, നീ ഒന്ന് സമാധാനമായിട്ടിരിക്കടാ. നീ ആ കാര്യങ്ങളൊക്കെ തൽക്കാലത്തേക്കൊന്ന് മാറ്റിവെക്ക്. എന്തിനെങ്ങനെ വീണ്ടും വീണ്ടും അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നേ? ഇവരൊന്നും പറഞ്ഞില്ലെന്ന് വെച്ച് ആ നാഗിന് നമ്മളെ വെറുതെ വിടുമെന്നാണോ?
എന്തോ ഭാഗ്യം കൊണ്ടാ നേരത്തെ എല്ലാവരും രക്ഷപ്പെട്ടത്. പിന്നെ അവിടെ മുമ്പിൽ ചെന്ന് പെട്ടാൽ മരണഭയത്തോടുകൂടി കഴിയാന്നല്ലാതെ വേറെ വഴിയില്ല നമുക്ക്. എത്ര ദിവസം എന്ന് വെച്ചിട്ടാ ഇങ്ങനെ കഴിയാ? ദിഗ്വിജയ്, ഇതിനെന്തെങ്കിലും പരിഹാരം ഉണ്ടോ? ഉണ്ട് സാമ്പ. ആ നാഗറാണിയെ നീ ഇനി നേരിട്ട് കണ്ടാൽ നീ അവളെ തിരിച്ചറിയോ? തീർച്ചയായിട്ടും തിരിച്ചറിയും. അവൾ എന്റെ മരണത്തിന്റെ രൂപത്തിൽ എന്റെ കൺമുന്നിൽ വന്നവളാ. അവളെ എനിക്ക് മറക്കാൻ ഒരിക്കലും സാധിക്കില്ല. എന്താണ് ഇയാള് പറഞ്ഞൊക്കെ കേട്ടിട്ട് നമ്മൾ ഇനി അവളുടെ പുറകെ പോകണമെന്നാണോ? ഒരു പാമ്പിനെ കൊന്ന കാരണം കൊണ്ട് ഇത്രയും കാലം പേടിച്ചൊളിച്ച് ജീവിച്ചുകൊണ്ടിരിക്കുക നമ്മള്. അതിന്റെ ഇടയില് വേറൊരു പാമ്പൂടെ വന്നാൽ ഒന്ന് നിർത്തറ. നമുക്ക് അവളെ കൊല്ലുകയില്ലാതെ വേറെ ഒരു വഴിയുമില്ല. നമുക്കെല്ലാവർക്കും ജീവിക്കണമെങ്കിൽ അവൾ മരിച്ചേ പറ്റൂ. അതെ 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 നമ്മളിങ്ങനെ ഇവിടെ ഇരുന്ന് ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോ ഈ ഡോക്ടർ ജീവനോടുണ്ടെന്നുള്ള കാര്യം ആ നാഗറാണി എങ്ങാനും അറിഞ്ഞാൽ അവള് നമ്മളെയും തേടി നേരെ ഇങ്ങോട്ട് തന്നെ വരും. വെറുതെ വരും. 100% അങ്ങനെ തന്നെ സംഭവിക്കും. നമ്മളെ തേടി അവൾ വീട് വരെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവള് നമ്മളെ വെറുതെ വിടുവോ? മുതലാളി, സാംബശിവൻ സാറിനെ കുറച്ച് ദിവസത്തേക്ക് പുറത്തേക്കൊന്നും ഇറങ്ങാതെ ഒന്ന് ശ്രദ്ധിക്കുന്ന നല്ലത്. നീ പറഞ്ഞത് ശരിയാ നന്ദിച്ച. സാംബശിവൻ ഇപ്പോഴും ഹോസ്പിറ്റലിലാണെന്നും അവന്റെ ട്രീറ്റ്മെന്റ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുവാണെന്നും അവള് കരുതിയിരിക്കുന്നത്. സാമ്പൻ ഹോസ്പിറ്റലിൽ നിന്ന് റിക്കവറായി വന്നത് അവൾ ഇപ്പോഴും അറിഞ്ഞിട്ടില്ല. നമ്മൾ ഇനിയെല്ലാം ഷാർപ്പായി പ്ലാൻഡ് ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകണം. എനിക്കിതൊന്നും ശരിയായി തോന്നുന്നില്ല. സാമ്രാട്ട്, എതിർക്കുന്നവൻ ജയിക്കും, ഓടുന്നവൻ തോൽക്കുകയും ചെയ്യും. നമുക്കെന്തായാലും ജയിച്ചേ പറ്റൂ. നിനക്കൊക്കെ ഓർമ്മയില്ലേ നാഗമാണിക്യം എടുക്കുന്നതിന് മുമ്പ് നിങ്ങളൊക്കെ എത്രമാത്രം പേടിച്ചിരുന്നുവെന്ന്? ഞാൻ ധൈര്യമായിട്ട് മുന്നിൽ നിന്നുകൊണ്ടാണ് നമുക്ക് നാഗമാണിക്യം കിട്ടിയത്. എന്ത് ധൈര്യമുണ്ടെന്ന് പറഞ്ഞിട്ട് ഇതെന്താ തീക്കത്തോണ്ട കൈയിടണം? നാഗത്തിന്റെ ശക്തി എന്താ, നമ്മുടെ ശക്തി എന്താ അറിയില്ലേ നിങ്ങൾക്ക്? അത് ഞാൻ അവളെ കാണിച്ചു തരാം. അവളെ ഒന്ന് കൺമുന്നിൽ കണ്ടാൽ മാത്രം മതി. ഞാനും അതിനുവേണ്ടി തന്നെയാ കാത്തിരിക്കുന്നത്. ദിഗ്വിജയ്, ഈ നാഗകന്യയെ ഇല്ലാതാക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കുമോ? പുലിക്ക് വിശന്നു തുടങ്ങിയാൽ മാനിനെ ഓടിച്ചുകൊണ്ടേയിരിക്കും. മാൻ ഓടാതിരുന്നാൽ അതിന് ജീവൻ കിട്ടില്ല. പുലി ഓടാതിരുന്നാൽ അതിന്റെ വിശപ്പ് അടങ്ങില്ല. ഇവിടെ ഞാനാണ് പുലി, അവളും മാൻപേടയും. വേട്ടയാടിയേ മതിയാവൂ. ശിവാനി, എന്താ പറ്റിയേ? ഉറക്കം വരുന്നില്ലേ നിനക്ക്? എന്താലോചിച്ചാ നീ ഇരിക്കുന്നേ? എന്തെന്നറിയില്ല നീലി, ഉറക്കം വരുന്നില്ല എനിക്ക്. മനസ്സിലെന്തോ വല്ലാത്ത പേടി തോന്നുന്ന പോലെ, എന്തോ ഒരു അപകടം വരുന്ന പോലെ, ആർക്കും നമ്മളെ രക്ഷിക്കാൻ പറ്റാത്ത പോലെ. കാട്ടില് വേട്ടയാടപ്പെടുന്ന മൃഗത്തിന്റെ ഒരു മാനസികാവസ്ഥയില്ലേ, അതുപോലെ എനിക്കിപ്പോ തോന്നുന്നേ. ശിവാനി, വേണ്ടാത്തതൊക്കെ ആലോചിച്ച് കിടന്നിട്ടാകും. അല്ല നീലി, അങ്ങനെയൊന്നും അല്ല നീലി. നമ്മൾ ഇതുവരെ പിടിക്കപ്പെടുന്ന പോലുള്ള തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ അല്ലേ? എന്താ അങ്ങനെ ചോദിച്ചേ? എല്ലാം ഒന്ന് ശരിയായി എന്നുള്ള സന്തോഷത്തിലിരിക്കുകയായിരുന്നു ഞാൻ നീലി. ഏതോ ഒരു ചെറിയ തെറ്റ് കാരണം എന്റെ ആ സന്തോഷമൊക്കെ ഇല്ലാതാവുന്ന പോലെ, ഇത്രയും നാളത്തെ നമ്മുടെ ശ്രമങ്ങള് എല്ലാം കൈവിട്ട് പോകുന്ന പോലെ എന്റെ മനസ്സിൽ നല്ല പേടിയുണ്ട് നീലി. സത്യം പറ നീലി, സന്തോഷത്തിൽ നമ്മൾ മതി മറന്നില്ലല്ലോ. നമുക്ക് എവിടെയും പിഴവൊന്നും പറ്റിയിട്ടില്ലല്ലോ. ശിവാനി,
നമ്മൾ ഒരിക്കലും അശ്രദ്ധയോടെ കാര്യങ്ങളെ സമീപിച്ചിട്ടേയില്ല. നമ്മളെ പറ്റി ആർക്കും അറിയേയില്ല. നമ്മളെക്കുറിച്ച് ആകെ അറിയുന്ന ഒരാൾ അന്ന് നീ കൊല്ലാൻ ശ്രമിച്ച അയാളില്ലേ, ആ സാംബശിവന് മാത്രം. അയാളിപ്പോഴും ആശുപത്രിയിൽ തന്നെയല്ലേ ഉള്ളത്? അവിടെ തന്നെയാ. അവന്റെ കാവലിനായി വീരനും ശൂരനും ഉണ്ടല്ലോ. അവരുള്ളതുകൊണ്ട് അവൻ അവിടുന്ന് രക്ഷപ്പെടാൻ സാധ്യതയില്ല. നീലി, എനിക്ക് തോന്നുന്നത് നമ്മുടെ ഇത്രയും കാലത്തെ പദ്ധതികൾ പൂർത്തിയായെന്ന. ഇനി മുന്നോട്ടുള്ളത് എന്തായാലും അത് ശ്രദ്ധയോടെ വേണം ചെയ്യാൻ. ഒരു ചെറിയ തെറ്റുപോലും നമ്മളെ എത്ര വർഷങ്ങൾ പിന്നിലേക്ക് കൊണ്ടെത്തിക്കും എന്നുള്ളത് ഗുരു പറഞ്ഞത് ഓർമ്മയില്ലേ? 23 വർഷത്തെ നമ്മുടെ പോരാട്ടത്തിന്, നമ്മുടെ ത്യാഗത്തിന് ഫലം ലഭിക്കാനുള്ള സമയമായി. അത് നമ്മൾ പാഴാക്കി കളയരുത്. ആ സാംബശിവൻ എന്റെയും ആദിശേഷന്റെയും സ്നേഹത്തിന്റെ ഇടയിലേക്ക് കയറി വരില്ലല്ലോ. ശിവാനി, നിന്റെയും ആദിശേഷനായ ത്രിവിക്രമന്റെയും ഇടയിലേക്ക് സാംബശിവനെന്നല്ല ആർക്കും വരാൻ സാധിക്കില്ല.